ഹായ് ഫ്രണ്ട്സ്, എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ബാംഗ്ലൂരിലെ തന്നെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജിലേക്കാണ്. ഇവിടെ +2 പാസ്സായവർക്ക് നേഴ്സിംഗ്, അതുപോലെ തന്നെ +2 ഫെയിലായിട്ട് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്, അവിടുത്തെ ക്ലാസ് റൂംസ് എല്ലാം എങ്ങനെയാണ്, അവിടുത്തെ ഫാക്കൽറ്റി ആയിട്ട് സംസാരിക്കാം, അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിക്കാം. അങ്ങനെ കോളേജിലെ എല്ലാ വിശേഷങ്ങളും നമുക്ക് അവിടെ പോയിട്ട് കാണാം. അതിനു മുമ്പേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതാ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പ്രിൻസിപ്പൽ മാമിന്റെ അടുത്ത് പോയിട്ട് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കോഴ്സുകളെ പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. എക്സ്ക്യൂസ് മീ, ഈ കോളേജിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ കോളേജിനെ പറ്റിയിട്ടും ഇവിടെ വരുന്ന കോഴ്സുകളെ പറ്റിയിട്ടും ഇവിടുത്തെ അക്കാദമിക്സും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് പാനേഷ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പാനേഷ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് 3 കോഴ്സുകളാണ് വരുന്നത്. ഡിപ്ലോമ കോഴ്സ്, അതായത് പാരാമെഡിക്കൽ കോഴ്സസ് വരുന്നു. അതിന് പാരാമെഡിക്കലിൽ തന്നെ ഞങ്ങൾക്ക് 4 കോഴ്സസ് ഉണ്ട്. പിന്നെ ബാച്ചിലർ ഇൻ നഴ്സിംഗ്, BSc നഴ്സിംഗ് 4 ഇയേഴ്സ് കോഴ്സ് ആൻഡ് GNM നഴ്സിംഗ് 3 ഇയർ കോഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് തന്നെ കണ്ടു ധാരാളം മലയാളി കുട്ടികളെ. ഒരു മലയാളി മാനേജ്മെന്റ് കോളേജ് തന്നെയാണ്. അതെ അതെ, അതായത് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ലാംഗ്വേജ്, ഇപ്പൊ ക്ലാസ് എല്ലാം എടുക്കുന്ന മലയാളി മാനേജ്മെന്റ് കോളേജ് ആണ്. ധാരാളം മലയാളി സ്റ്റാഫുകൾ ഉണ്ട്. ഒരു ക്ലാസ് എല്ലാം എടുക്കുന്ന ഏത് മീഡിയം ലാംഗ്വേജിൽ എടുക്കുന്നത്? നമുക്കിവിടെ നഴ്സിംഗ് കോഴ്സസ്, പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെയാണ്. നാട്ടിൽ നിന്ന് ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഈ കോളേജിലേക്ക് എത്തിപ്പെടാനുള്ളത് എങ്ങനെയാണ്? നമുക്കിവിടെ നെലമംഗല ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 750 മീറ്റേഴ്സേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമുക്കിപ്പോ ഹോസ്റ്റലിലും സ്റ്റാഫ് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും സിക്കാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോളേജിൽ തന്നെ സിക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റലിൽ തനിയെ ഇരുത്താറില്ല. അപ്പോൾ അതുപോലെ തന്നെ മാഡം പറഞ്ഞതുകൊണ്ട്, പാരന്റ്സ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ചോദ്യമാണ്. കേരളത്തിൽ നിന്ന് വരുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരുടെ പേരന്റ്സ് ആയിട്ടുള്ള കോളേജും പാരന്റ്സും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ്, അപ്പോൾ ചില പാരന്റ്സിന് എന്താ പറഞ്ഞാല് മക്കൾ ഇവിടെ വന്ന് പഠിക്കുകയാണ്, കോളേജിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പല ഇഷ്യൂസ് ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഇത് എങ്ങനെയാണ്? അതിപ്പോ പാരന്റ്സുമായിട്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിലും ക്ലാസ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ക്ലാസ് കോർഡിനേറ്റേഴ്സ് തന്നെ പിള്ളേരുടെ ഓരോ അവരുടെ ഇംപ്രൂവ്മെന്റ്, ഓരോ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുവാണ്, അവർക്കുള്ള ഇംപ്രൂവ്മെന്റ്, പിന്നെ ഓരോ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുന്ന ഇതെല്ലാം ഇപ്പൊ കേരള സ്റ്റുഡൻസ് ആണെങ്കിലും മലയാളി ടീച്ചേഴ്സ് തന്നെ അവരെ ഫോണിൽ വിളിച്ച് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പാരന്റ്സിന് മാത്രമായിട്ട്, ക്ലാസ് വൈസ്. അതിലൂടെ അവർക്ക് എല്ലാ അപ്ഡേഷനും കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ പോസ്റ്റിങ്ങിനെ പറ്റിയിട്ട്, ഇവര് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ പറ്റിയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ എല്ലാ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. മലയാളി സ്റ്റുഡൻസ് വരുമ്പോൾ അവരുടെ പാരന്റ്സിന് ഇനിയുള്ളൊരു മെയിൻ കൺസേൺ ആണ് ഹോസ്പിറ്റൽ ഉണ്ടോ, ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു ഇത്. നമുക്ക് നമ്മുടെ ഓൺ ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്. ശ്രേയസ് ഹോസ്പിറ്റൽ, രാജാജി നഗറുള്ള ശ്രേയസ് ഹോസ്പിറ്റൽ നമ്മുടെ ഓൺ ഹോസ്പിറ്റലാണ്. പിന്നെ നമുക്ക് 2 അഫിലിയേറ്റഡ് ഹോസ്പിറ്റലും ഉണ്ട്. ഇത് പോരാതെ ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ, അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു. നമുക്ക് കോഴ്സുകൾ വരുന്നുണ്ട്. അതെ, ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ 10th പാസ്സായിട്ട് ചില കുട്ടികൾക്ക് +2 ജോയിൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. പിന്നെ +2 ഫെയിലായി നിൽക്കുന്ന പിള്ളേരുണ്ട്. +2 ഫെയിലായി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് കരിയർ അവസാനിച്ചു. അതെ 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 അതെ, ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ഹയർ കോഴ്സസിന് പോകുമ്പോൾ ഓൾറെഡി അവർ ഡെസ്പായിട്ട് പാരന്റ്സിന്റെ ഇടയിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്ന് നൈബേഴ്സിൽ നിന്നൊക്കെ അവർ കുറേ ടോർച്ചർ ഇങ്ങനെ നിൽക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. അവർ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്കിവിടെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇനി +2 പാസ്സായവർക്ക് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ സയൻസ് സബ്ജക്ട് എടുത്ത പിള്ളേർക്കാണെങ്കിൽ അവർക്ക് വന്ന് ഈ പാരാമെഡിക്കൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു ബെനിഫിറ്റ് ഉള്ളത് 2 ഇയേഴ്സിൽ ഈ കോഴ്സ് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അവർക്ക് പിന്നെ ഇതിന്റെ BSc കോഴ്സസിലോട്ട് ജോയിൻ ചെയ്യാം.
ഞങ്ങളിവിടെ 100% പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി, ഇവിടെ 3 സ്ഥലത്ത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകൾ വരുന്നുണ്ടല്ലോ, അപ്പൊ ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകൾ വരുന്നുണ്ട്? നമുക്ക് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ കോഴ്സസാണ് വരുന്നത്. ഡിപ്ലോമ. അതെ, നമ്മുടെ കോളേജില് ഇപ്പോൾ 4 കോഴ്സസ് വരുന്നുണ്ട് പാരാമെഡിക്കലിന്. ഡയാലിസിസ്, ATOT, MLT, റേഡിയോളജി. അതുപോലെ ഇവിടുത്തെ ഹോസ്റ്റൽ സൗകര്യം അതുപോലെ തന്നെ ഹോസ്റ്റലിനെ പറ്റിയിട്ടൊന്ന് നമുക്കിപ്പോ കോളേജിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്, കുറച്ചൊരു വാക്കബിൾ ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ നമ്മുടെ ഹോസ്റ്റലിലേക്ക്. ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും രണ്ടും 2 ലേ ഔട്ടിലായിട്ടാണ്, സെപ്പറേറ്റ് 2 ലേ ഔട്ടിലായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഗേൾസ് ഹോസ്റ്റൽ വേറെ, ബോയ്സ് ഹോസ്റ്റൽ വേറെ. പിന്നെ കുറച്ച് സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഉണ്ട്, വാർഡൻ ഉണ്ട്. വാർഡനെ കൂടാതെ നമ്മുടെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. മലയാളി ടീച്ചേഴ്സ്, ഹിന്ദി ടീച്ചേഴ്സ് ഒക്കെ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ട്രിക്ട്നെസ് ഒക്കെ ഉണ്ട് ഹോസ്റ്റലിൽ. ഡെയിലി ഗേൾസിന് ഒരിക്കലും നമ്മൾ ഔട്ടിങ് കൊടുക്കാറില്ല, സൺഡേ മാത്രമേ ഔട്ടിങ് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ കോളേജ് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ ഹോസ്റ്റലിലോട്ട് പോകണം. ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ ടീച്ചർ ഇല്ലെങ്കിൽ വാർഡൻ ആരെന്ന് വെച്ചാൽ അവര് അറ്റൻഡൻസ് എടുക്കും. അറ്റൻഡൻസ് എടുത്ത് എല്ലാ കുട്ടികളും അകത്ത് കയറിയോ എന്ന് അവര് ഷുവർട്ടി വരുത്തിയതിനു ശേഷം നമ്മൾ ഗേറ്റ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുഡ് എല്ലാം എങ്ങനെയാണ്? ഇപ്പോ കേരള സ്റ്റൈൽ ഫുഡ് തന്നെയാണോ? നമുക്ക് കേരള സ്റ്റൈൽ ഫുഡും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഫുഡും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളുടെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിവിടെ എനിക്ക് ക്ലാസ് റൂംസ് എല്ലാം ഒന്ന് പോയി കാണണം. ഉറപ്പായിട്ടും നിങ്ങൾ കാണണം. കാരണം നമ്മുടെ ക്ലാസ് റൂം എല്ലാം ഡിജിറ്റൽ പാനൽസ് വെച്ചിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. അപ്പോ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലാസ് റൂംസും അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയതുകൊണ്ട് സ്റ്റുഡൻസിന് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ട്. അതെ, നമുക്ക് സ്റ്റുഡൻസിന്റെ ഒക്കെ നല്ല റിവ്യൂ കിട്ടുന്നത് ഡിജിറ്റൽ പാനൽ യൂസ് ചെയ്യുന്നത്. പഠിക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവർക്ക് ഇൻട്രസ്റ്റഡ് ആണ്, മറന്നു പോവില്ല. അതെ. അപ്പോ മാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, കോളേജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും ക്ലാസ് റൂംസും അതുപോലെ തന്നെ ലാബ്സ്, പിന്നെ കുറച്ച് സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് കോളേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കണം. അതിനുള്ളൊരു പെർമിഷൻ വേണം. ഞാനിപ്പോ ടീച്ചറിനെ അറേഞ്ച് ചെയ്ത് തരാം. മലയാളി സ്റ്റാഫ്സിനെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. ഹായ് മാം. യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കോളേജിന്റെ പ്രിൻസിപ്പൽ മാം പറഞ്ഞിരുന്നില്ലേ, അപ്പൊ കോളേജിന്റെ ലാബ്സും അതുപോലെ തന്നെ ക്ലാസ് റൂംസ് എല്ലാം ഒന്ന് എനിക്ക് കാണിച്ചു തരാം. മാം ഇവിടെ ലെക്ചറർ? അതെ, ഞാൻ ഇവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഏതായിരുന്നു സബ്ജക്ട്? ഞാൻ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. എവിടെ? നാട്ടിലെവിടെ മാം? നാട്ടിൽ എറണാകുളം. ഇത് നമ്മുടെ ലൈബ്രറിയാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിന് ഇരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ അപ് ടു 4th ഇയേഴ്സ് വരെ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് അവൈലബിൾ ആണ്. എല്ലാം ന്യൂ എഡിഷൻ ആണോ? അതെ, ന്യൂ എഡിഷനും ഓൾഡ് എഡിഷനും എല്ലാം ഉണ്ട് നമുക്ക്. നമുക്ക് ഇവിടെ ഇപ്പോ സ്റ്റുഡൻസിന് ബുക്സ് ഇവിടുന്ന് എടുത്തിട്ട് ഹോസ്റ്റൽ റൂമിൽ പോയി പഠിക്കാനുള്ള അവർക്ക് എടുത്തിട്ട് അവർക്ക് ഓൾറെഡി നമ്മൾ ലൈബ്രറി കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് ആ ലൈബ്രറി കാർഡ്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഇവിടെ ഇന്റന്റ് ചെയ്തിട്ട് അവർക്ക് ബുക്ക് എടുക്കാം. എന്നിട്ട് അത് അവർ റീപ്ലേസ് ചെയ്താൽ മതി. എല്ലാത്തരം ബുക്സും ഇവിടെ, എല്ലാ ബുക്സും എല്ലാ സബ്ജക്റ്റിന്റെ ബുക്സ് അവൈലബിൾ ആണ്. ബുക്സ് അല്ലാണ്ട് നമുക്ക് ജേർണൽസ് അങ്ങനെയുള്ള ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും നമുക്ക് ഇവിടെ ഉണ്ട്. മാം ടീച്ചിങ് പ്രൊഫഷൻ എത്ര ഇയേഴ്സ് ആയി? ഞാനിപ്പോ 4 വർഷമായി ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നു. ആഫ്റ്റർ MSc കഴിഞ്ഞിട്ട് അടുത്ത ഈ ഫ്ലോറിൽ ആക്ച്വലി നമുക്ക് 3 കാറ്റഗറി ആണ് ഉള്ളത്. ഇത് ലെക്ചറർ ഹാൾ ആണ്. ആക്ച്വലി ഇപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പിന്നെ നേരെ വരുന്നത് നമുക്ക് ക്യാൻറ്റീൻ ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ് ആണ്. നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബിലും ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ഉണ്ട്. വരും. ഇതാണ് നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ്. നമുക്ക് ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. ഏത് ഇയറിലെ സ്റ്റുഡൻസ് ആണ് ഇപ്പൊ പ്രസന്റ് ഇവിടെ നിൽക്കുന്നത്? ഫസ്റ്റ് സെം സ്റ്റുഡൻസ് ആണ്. മാഡം ഓൾറെഡി പ്രൊസീജിയർ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മള് കുട്ടികൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CPRന്റെ. ഇത് ഫസ്റ്റ് സെം സ്റ്റുഡൻസ് ആണ്. ആക്ച്വലി സ്റ്റെഫി ആക്ച്വലി 3rd സെം സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അവർക്ക് ഫസ്റ്റ് സെം എക്സാം എല്ലാം കഴിഞ്ഞ് നല്ല റിസൾട്ട് ആയിരുന്നു നമ്മുടെ കോളേജിന്. അപ്പൊ അവര്
ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. കാരണം ഞങ്ങൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്, എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളത് ഞങ്ങൾ പഠിപ്പിച്ചത് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഇച്ചിരി കൂടെ എഡ്യൂക്കേറ്റഡ് ആവും. ആ ഒരു ലെവലിൽ നമ്മൾ ഇവരെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ്. മാം ഞങ്ങൾക്ക് അടുത്ത ലാബ് ഓക്കെ. ഈ ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫ് റൂം ഉണ്ട്. ഇത് നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് റൂം ആണ്. ഇപ്പൊ എല്ലാവരും ഓൾറെഡി എൻഗേജ്ഡ് ആണ് ക്ലാസ്സിൽ. നമുക്ക് ഈ ഫ്ലോറിൽ 2 ക്ലാസ് റൂംസ് ഉണ്ട്. ഒന്ന് 3rd സെം BSc, പിന്നെ ഒന്ന് 1st സെം BSc. പിന്നെ നമ്മുടെ മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം ആണ് ഇത്. ഇവിടെയാണ് നമ്മുടെ ഇവന്റ് ഫംഗ്ഷൻസ്, പ്രോഗ്രാംസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇവന്റ്, സെമിനാർ, പ്രസന്റേഷൻ അതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മൾട്ടിപർപ്പസ് ഹാളിലായിരിക്കും. ക്ലാസ് റൂംസ് ഒന്നും ഏതെങ്കിലും? ഷുവർ. നമുക്ക് 3rd സെമ്മിൽ ഓൾറെഡി ക്ലാസ് നടക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. സിറ്റ് ഡൗൺ. നമുക്ക് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടീച്ചിങ് എല്ലാം പോകുന്ന ഡിജിറ്റൽ പാനലിലായിരിക്കും. ഈവൻ നമുക്ക് അവരുടെ പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾസ്, വീഡിയോസ് കാണിക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഫുൾ ടീച്ചിങ് നമ്മൾ ഡിജിറ്റൽ മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ലൈറ്റ്സ്, ഫാൻസ്, എവരിത്തിങ്. ദെൻ എസ്പെഷ്യലി നമ്മുടെ എല്ലാ ക്ലാസ്സിലും നമുക്ക് CCTV ക്യാമറ ഉണ്ടായിരിക്കും. കാരണം ഫുൾ ടൈം മാഡം വാച്ച് ചെയ്യും നമ്മളെ. ഓക്കെ, സോ CC ക്യാമറ ഉണ്ടായിരിക്കും. അടുത്ത കോമൺ റൂംസ് ബോയ്സ്. താന്മേളിൽ നമ്മൾ കണ്ടു കോമൺ റൂംസ് ഫോർ ഗേൾസ് ഒന്നും ഉണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് നമ്മൾ ഡ്യൂറിങ് ദ ക്ലാസ് ടൈം എന്തെങ്കിലും അസുഖം വരിക, സിക്കോ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് കോളേജിൽ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതെ, ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുക്കും. ഇത് നമ്മുടെ വേറൊരു ക്ലാസ് റൂമാണ്, ലെക്ചർ ക്ലാസ് റൂമാണ്. അതുപോലെ ഈ ഫ്ലോറിൽ തന്നെ നമുക്ക് 3 ക്ലാസ് റൂംസ് ഉണ്ട് മൊത്തം. അതൊരു ക്ലാസ് റൂം. പിന്നെ ഇത് സെക്കൻഡ് ക്ലാസ് റൂം. ഓൾറെഡി ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലോറിൽ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് ലാബ് വരുന്നുണ്ട്. പിന്നെ അനാട്ടമി ലാബ്, ദെൻ ന്യൂട്രീഷൻ ലാബ്. കാണാലോ? കാണാം. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് ലാബാണ്. നമുക്ക് 3rd ഇയർ സ്റ്റുഡൻസിനാണ് പീഡിയാട്രിക് സബ്ജക്ട് വരുന്നത്. എല്ലാവിധ എക്യുപ്മെന്റ്സും എല്ലാ എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത ലാബ് നമുക്ക് അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. ഇതാണ് അനാട്ടമി ലാബ്. നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നമ്മുടെ ബേസിക് സബ്ജക്ട് ആണ് സ്റ്റുഡൻസിന് അനാട്ടമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സ്, സ്കൾട്ടർ സിസ്റ്റം ഉണ്ട്, ബ്രെയിൻ, എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ പാർട്സ് ഓഫ് ദ ബോഡീസ് എല്ലാം എല്ലാം നമ്മുടെ ട്രെയിനിങ് ഓൾറെഡി പ്രാക്ടിക്കൽ എടുത്ത് കുട്ടികൾക്ക് ഏതൊക്കെയാണ് സ്കൾട്ടൽ സിസ്റ്റം, ബോൺസ് എല്ലാം നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇതാണ് നമ്മുടെ ന്യൂട്രീഷൻ ലാബ്. ഇതാണ് ന്യൂട്രീഷൻ ലാബ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾക്ക് ന്യൂട്രീഷണൽ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ തന്നെ അത് ചെയ്ത് കുക്കിംഗ് എല്ലാം ചെയ്ത് നമ്മൾ അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടെ നമ്മുടെ ന്യൂട്രീഷൻ ലാബിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ലാബ്. നമുക്ക് ആക്ച്വലി 4th സെമ്മില് സ്റ്റുഡൻസിന് കമ്മ്യൂണിറ്റി സബ്ജക്റ്റിന്റെ കൂടെ തന്നെ അവർക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്സും ഉണ്ട്. അപ്പൊ നമ്മള് കമ്മ്യൂണിറ്റി ഏരിയാസിൽ നമ്മൾ സ്റ്റുഡൻസിനെ വിട്ടിട്ട് നമ്മള് വേണ്ട ഹെൽത്ത് കെയർ ആയിട്ട് ഹെൽത്ത് റിലേറ്റഡ് ട്രീറ്റ്മെന്റ്സ് നമ്മൾ പേഷ്യൻസിന്, നോട്ട് ഈവൻ പേഷ്യൻസ്, ഫാമിലി ആയിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. എനിക്കൊരു ഡൗട്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വില്ലേജുകളിൽ പോയിട്ട് നമ്മൾ വീടുകളിൽ ചെന്ന് നമ്മൾ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതായത് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് മാത്രം അങ്ങനെ കൊടുക്കും. ഡേറ്റാസ്, ഹിസ്റ്ററീസ്, കാര്യങ്ങൾ ചെക്ക് ചെയ്യും, ഷുഗർ ചെക്ക് ചെയ്യും, BP ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ഇനീഷ്യൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിലൂടെ ചെന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഓരോ വീടുകളിൽ പോയിട്ട് അവിടെ സ്റ്റുഡൻസ് തന്നെ ചെയ്യുന്നു. അതുപോലെ PHSC, CHSCയിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നിയർ തന്നെയാണ് 4th ഇയേഴ്സിൽ. ഇവിടെ നിയർ തന്നെയാണ് നിയർ ബൈ തന്നെ നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ലാബ്സ് ഇതാണ് നമ്മുടെ OBG ലാബ്. ഓപ്പൺ ചെയ്യാം. ഇവിടെയും മറ്റേ ഡിജിറ്റൽ ആണല്ലോ? ഡിജിറ്റൽ ഉണ്ട്. നമ്മൾ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് നമ്മൾ വീഡിയോസ് കാണിച്ചു കൊടുക്കും. ഈവൻ ഇപ്പൊ OBG ലാബ് ഡെലിവറി,
അങ്ങനെ പോസ്റ്റ് നാറ്റൽ കെയർസ് അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വീഡിയോസും കൂടെ നമ്മൾ കാണിച്ചു ലാബിൽ നിന്നും കാണിച്ചു കൊടുത്ത് ആ ചെയ്യാം അല്ലേ? ഇതിലാണ്. ഇത് മെയിൻ ആയിട്ട് ഏത് ഇയറിലെ സ്റ്റുഡന്റ് ആണ്? നമുക്ക് ആക്ച്വലി 4th ഇയറിലാണ് നമുക്ക് OBG വരുന്നത്. ഉം, ഉം, നമ്മുടെ ഉം. നഴ്സിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് OBG. Okay, okay, okay. 4th ഇയേഴ്സിലാണ് നമ്മൾ OBG. ഉം. പിന്നെ നമുക്ക് OBGക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള എക്യുപ്മെന്റ്സും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്യുപ്മെന്റ്സ് Okay. ഇപ്പൊ ലാബ്സ് എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര ലാബ്സ് ആണ് അതെ. വരുന്നത്. ഞാൻ ഓൾറെഡി എല്ലാ ലാബ്സും ഞാൻ കാണിച്ചു തന്നു. ഈവൻ ക്ലാസ്സസും കാണിച്ചു തന്നു. മെയിൻ ഹൈലൈറ്റ് ക്ലാസ് റൂംസ് തന്നെ, അതിൽ ഇന്ററാക്റ്റീവ് പാനലില് തന്നെയാണ്. പാനലുണ്ട്, CC ക്യാമറ ഉണ്ട്. ക്ലാസ് റൂമിലാണെങ്കിലും ഈവൻ പ്രാക്ടിക്കൽ ലാബ്സിലാണെങ്കിലും സ്റ്റുഡൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാനേജ്മെന്റ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ മാം, ഇത്രയും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. We are always Okay. welcome. എനിക്കൊന്നും വേണ്ടി ഇരുന്നിരുന്നു. ഞാൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യണം ഞങ്ങളുടെ കോളേജിനെ പറ്റിയിട്ട്. ഇവിടുത്തെ കോളേജും ഓൾമോസ്റ്റ് ലാബ്സ് എല്ലാം പോയി കണ്ടായിരുന്നു. അപ്പൊ സ്റ്റുഡൻസിന്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഏത് ഇയർ സ്റ്റുഡൻസാ? ഫസ്റ്റ് ഇയേഴ്സ്. 2 യൂണിഫോം വരുന്നത്. അത് GNM ഉം BSc. ഓ, നിങ്ങൾ GNM BSc ആണ്. സ്റ്റഡി ആവറാണ് ഇപ്പൊ. നിങ്ങളുടെ അടുത്ത് കോളേജിനെ പറ്റി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ ഇവിടുത്തെ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേരൊന്ന് പറയും. കല്യാൺ. സ്നേഹ. എങ്ങനെ കേട്ടില്ല? നോസ്മി. എവിടെ നാട്ടില്? ഇടുക്കി. അനാമിക. എവിടെ നാട്ടിലെ? തിരുവനന്തപുരം. ലക്ഷ്മി. ലക്ഷ്മി എവിടെയാ? കൊല്ലം. നാട്ടിലെ? ആലപ്പുഴ. കോട്ടയം. കോട്ടയം. കണ്ണൂരിലെ. നിങ്ങൾ ക്ലാസ് എല്ലാം എടുക്കുന്നത് ഏത് ലാംഗ്വേജിലാണ് എടുക്കുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് ഒക്കെ എടുക്കുന്നത്? നിങ്ങളുടെ ഇവിടെ കോളേജിൽ ഞാൻ കണ്ടത് നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് പാനലാണ്. നിങ്ങൾ +2 ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ചോക്ക് ബോർഡ് വെച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. ഇന്ററാക്റ്റീവ് പാനലിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്? നമുക്കിപ്പോ എന്തെങ്കിലും ഡയഗ്രാംസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചു തന്നാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഉം. അങ്ങനെ ചോക്ക് ബോർഡിനെക്കാട്ടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അത് ആ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. പറ്റും. പിന്നെ നിങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇയാൾ തന്നെ സംസാരിക്കണ്ട, അടുത്ത ആളൊന്ന് കൊടുത്തോ. ഔട്ടിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ട് മോള് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഉം. അഡ്മിഷൻ നോക്കി, കേരളത്തിൽ അറിയാലോ നിങ്ങൾക്ക്, കേരളത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് അഡ്മിഷൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് അത് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പൊ നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഔട്ടിങ് സൺഡേ 3 hours ആയിരുന്നു നമുക്ക്. ഉം. നമുക്കിപ്പം അത്യാവശ്യത്തിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ കോളേജിന്റെ അടുത്ത് തന്നെ ഡിമാർട്ട് എന്ന് പറയുന്നൊരു മാർട്ടുണ്ട്. അവിടെ പോയി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ 3 hours നമുക്ക് മതിയാവും എന്തായാലും ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാനായിട്ട്. ആ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു കമ്പനി, നിങ്ങളുടെ ഒരു ഇപ്പോ കമ്പനി ഇല്ലേ സീനിയേഴ്സ് ആയിട്ട്? കമ്പനിയേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? ഓക്കെ, ഓക്കെ. അല്ല, പെട്ടെന്ന് എന്റെ ഒരു എക്സ്പ്രഷൻ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചാട്ടോ. അപ്പോ സീനിയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? പഠനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ ജസ്റ്റ് മൈക്കാർക്കും എങ്ങനെയാണ്? സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഉം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. പിന്നെ അതല്ലാണ്ട് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വന്നപ്പോഴേ അങ്ങനെ ആയിരുന്നു. ഉം. അവര് നമ്മുടെ അടുത്ത് വന്ന് മിണ്ടുകയും അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് പറയാം. അതുകൊണ്ട് വലിയ ഞാൻ പ്രശ്നം. ഓൾറെഡി ഒരു ലാബിൽ പോയ സമയത്ത് നിങ്ങളുടെ ക്യാപ്റ്റനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉം. ഞാൻ മറ്റു കോളേജിലെല്ലാം ഞാൻ കണ്ടിട്ടില്ല ക്യാപ്റ്റൻ എന്നുള്ളൊരു പദവി. അപ്പോ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആണല്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സിലെ പിള്ളേരൊക്കെ? ക്ലാസ്സിലെ പിള്ളേര് കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കോളേജിലേക്ക് എത്തിപ്പെടാൻ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ? നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ടൈം വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കാരണം അവിടെ എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പൊ അവിടെ നിന്ന് വരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ വരാനൊക്കെ പറ്റും. ഇവിടെ വന്ന് വരാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? അതെ, വലിയ ബുദ്ധിമുട്ട്. നിങ്ങൾ ടീച്ചിങ് സ്റ്റാഫ് എങ്ങനെയാണ്? നിങ്ങളുള്ള എല്ലാരും ആയിട്ട് നല്ല മിങ്കിൾ ചെയ്യാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം, എപ്പോൾ വേണോ ചോദിക്കാം. നല്ല രീതിക്ക് പറഞ്ഞു തരും. കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളീസും ഉണ്ട് ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. നിങ്ങളുടെ ഹോസ്റ്റലൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റൽ മീൻസ് ഇപ്പം നമ്മുടെ പാരൻസിനൊക്കെ ഒരു പേടി ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് കുട്ടികളെ ബാംഗ്ലൂർ സിറ്റി ഒക്കെ അയക്കാൻ റാഗിങ് അങ്ങനെ ഓരോരോ പേടി ഇങ്ങനെ ഉണ്ടാവും എന്തായാലും പാരൻസിന്. ബട്ട് നമ്മുടെ കോളേജും ഹോസ്റ്റലും അങ്ങനെ, പ്രത്യേകിച്ച് നമ്മുടെ സീനിയേഴ്സും
അടിപൊളി. നമുക്കങ്ങനെ ഒരു പേടി അങ്ങനെ ഒന്നും അറിയത്തില്ല. അവരുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും. അതുപോലെ നമുക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞു തരും. ശരിക്കും നിങ്ങളുടെ ഈ കോളേജില് നിങ്ങളുടെ ഹൈലൈറ്റ് സീനിയേഴ്സ് തന്നെയല്ലേ? സത്യമായിട്ടും. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ ആദ്യം പറയും സീനിയേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതെ, അവരെന്നെ ഭയങ്കര സപ്പോർട്ട്. അതും നമുക്ക് അങ്ങനെ ഒരു ഹോം സിക്നെസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മുടെ ടീച്ചേഴ്സ് ആയാലും അതന്നെ നമുക്കൊരു അമ്മയുടെ അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു ഫീലാണ് സീനിയേഴ്സ് ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നായാലും സീനിയേഴ്സിന്റെ അടുത്ത് നിന്നായാലും. അതുകൊണ്ട് റാഗിങ് അങ്ങനത്തെ സംഭവം ഒന്നും പേടിച്ച് ആരും ഇല്ല. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫുഡെല്ലാം എങ്ങനെയാണ് ഇവിടെ? ഫുഡൊക്കെ കുഴപ്പമില്ല. മലയാളി ഫുഡാണ്. പിന്നെ ആഴ്ചയിൽ 3 ദിവസം എഗ്ഗ് കിട്ടാറുണ്ട്. പിന്നെ ഒരു ദിവസം ചിക്കനൊക്കെ കിട്ടും. ഇങ്ങനെ ഫുഡ് കുഴപ്പമില്ല. റൈസ് കേരള സ്റ്റൈൽ കേരള തന്നെയാണ്. ഉം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡും കൊടുക്കാറ്. നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ റൈസിൽ മാത്രമാണ് ഡിഫറൻസ് അല്ലേ? ആ. അതുപോലെ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മാർക്ക്? എന്റെ 80% 87% ഉണ്ടായിരുന്നു. ഇവർക്ക് എനിക്ക് 90 എബോ ഉണ്ടായിരുന്നു. 90 എനിക്ക് 93 എബോ 93 എബോ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ LBS PNC കേരളത്തെ അലോട്ട്മെന്റ് ഉണ്ടായിരുന്നില്ലേ? അത് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ LBSന് കൊടുത്തായിരുന്നു. അപ്പം 3 മെയിൻ അലോട്ട്മെന്റ് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. ബട്ട് എനിക്ക് ഇൻഡെക്സ് മാർക്ക് 290 അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് എനിക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇനി പിന്നെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാണോ? അപ്പം കേരളത്തിലാകുമ്പോഴത്തേനും നമുക്ക് ഈ ഡിജിറ്റൽ പാനൽ അങ്ങനെയൊന്നുമല്ല ക്ലാസ് എടുക്കുന്നത്. ബട്ട് ഇവിടെ നല്ല ഫുള്ളി ഹൈടെക് ഹൈടെക് ആയി ഡിജിറ്റൽ ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നത്, ഹൈടെക് അതൊക്കെ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നും. അത് നമ്മളിപ്പോൾ കേരളത്തിൽ നഴ്സിംഗ് പഠിക്കുന്ന ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴായാലും നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട് അവിടെ എങ്ങനെയാ ക്ലാസ് ഒക്കെ. അപ്പം എന്തുകൊണ്ട് അവരുടെ ഒരു ആൻസർ കേൾക്കുമ്പം ഇവിടെ തന്നെ എടുത്തത് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പോസ്റ്റിങ്ങിലാണെങ്കിലും നമ്മുടെ സീനിയേഴ്സ് അപ്പോളോ ഹോസ്പിറ്റലാണ് പോകുന്നത്. ഭയങ്കര അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ പോയാൽ ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാം. സീനിയേഴ്സ് സീനിയേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞ അവരുടെ പോസ്റ്റിങ്ങിന്റെ ടൈമിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഉം. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് കേരളത്തെ അപേക്ഷിച്ച് ഇവിടെ നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നു. നിങ്ങൾ GNM ചൂസ് ചെയ്തത്? ഞാൻ +1 +2 ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ആയിരുന്നു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഫീൽഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് GNM എടുത്തു. എന്നിട്ട് പിന്നെ പോസ്റ്റ് BSc എടുക്കുമ്പം BScയുടെ ആ ഒരു ഇതിൽ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് പോസ്റ്റ് BSc GNM എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തു. മോളും മദർ സ്ട്രീം തന്നെയായിരുന്നോ? അല്ല, ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു എടുത്തത്. ബയോളജി. അപ്പൊ എന്തുകൊണ്ട് മറ്റേ BSc എടുക്കാതെ GNM എടുത്തേ? അത് ഫീസിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എടുത്തു. പിന്നെ ലോൺ എടുക്കണ്ടെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഓക്കെ. മറ്റേ GNM കംപ്ലീറ്റ് ആയിട്ട് ആഫ്റ്റർ പോസ്റ്റ് BSc ചെയ്തു പറഞ്ഞാല് BSc ആ ഒരു ഉദ്ദേശം. ഓക്കെ. മോളോ? സയൻസ് ബാച്ച്. മോളും സയൻസ് തന്നെ. ഓക്കെ. മോള് കേരളത്തിൽ ട്രൈ ചെയ്തില്ലേ? ഇല്ല, കേരളത്തിൽ ട്രൈ ചെയ്തില്ല. എന്റെ കസിൻ ഇവിടെ ആയിരുന്നു പഠിച്ചത്. അപ്പോ ചേച്ചി പറഞ്ഞു എന്തുകൊണ്ടും ബെറ്റർ ഇവിടെയാണ്, ലാംഗ്വേജ് ഒക്കെ. അതുകൊണ്ട് ഇവിടെ തന്നെ നോക്കി. ഓക്കെ. അപ്പൊ നിങ്ങളെ പഠിത്തം നടന്നോട്ടെ. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതിന് താങ്ക് യു. ഇരുന്ന് പഠിച്ചോ. ഓക്കെ. ഇതാണ് കോളേജിന്റെ ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്. നമുക്ക് അതും കൂടി പോയിട്ടൊന്ന് കാണാം. കോളേജിലെ ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട്. ക്യാപ്റ്റൻ വന്നിട്ട് ഞങ്ങൾക്ക് ഗേൾസ് ഹോസ്റ്റൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഗേൾസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റു കോളേജിലെ ഹോസ്റ്റലാണ്. ഞങ്ങൾക്ക് ഇത് അപ്പാർട്ട്മെന്റ് ആണ് 2 BHKയുടെ. ഇത് ഹാളാണ്. നല്ല വിശാലമായിട്ടുള്ള റൂം തന്നെയാണ് അല്ലേ? കളിക്കാൻ എന്തുവേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ റൂമില് 4 പേരുണ്ട്. പിന്നെ അത് പുറത്ത് ബാൽക്കണിയാണ്. നമുക്ക് നല്ല കാറ്റും വെളിച്ചെല്ലാം കിട്ടും. ബാൽക്കണി ഉണ്ട് ഇവിടെ. ബാൽക്കണി. ടോയ്ലറ്റ് ഇത് കോമൺ വാഷ്റൂം ആണ് ഇവിടെ. റൂമുകളിലുണ്ടോ? റൂമുകളുണ്ട്. ആ റൂമിലുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. റൂമിലും പോവാലോ? തീർച്ചയായിട്ടും. ഇവിടെയും 4 പേരാണ്. ഇവിടെയും ബാൽക്കണി ഉണ്ടോ? ഇവിടെയും ബാൽക്കണി ഉണ്ട്. എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട്. ഇത് കോമൺ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. പിന്നെ കിച്ചൺ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കോളേജിൽ നല്ല ഫുഡാണല്ലോ ഓൾറെഡി ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കെറ്റിലുണ്ട്, ഞങ്ങള് ചായ അങ്ങനെയൊക്കെ ചെയ്തു. ഓക്കെ. താങ്ക് യു. വെൽക്കം. അപ്പോൾ ഇത്രയൊക്കെയാണ് പേനേഷ്യ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വിശേഷങ്ങൾ. ഇവിടെ കോളേജിൽ വന്നു, അതുപോലെ തന്നെ കോളേജ് എല്ലാം കണ്ടു. ഇവിടുത്തെ പ്രിൻസിപ്പൽ മാമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചു, ഇവിടുത്തെ ലാബ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് GNM വരുന്നുണ്ട്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് വരുന്നുണ്ട്, പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് വരുന്നുണ്ട്, അതായത് MLT വരുന്നുണ്ട്, 18 OT വരുന്നുണ്ട്, റേഡിയോളജി വരുന്നുണ്ട്, ഡയാലിസിസ് വരുന്നുണ്ട്.
ഇത്രയധികം കോഴ്സുകളാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ഇതൊരു മലയാളി മാനേജ്മെന്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ ധാരാളം മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് അഡ്മിഷൻ നോക്കുന്ന നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. +2 ഫെയിലായി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കരിയർ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ നല്ലൊരു ജോലി നേടാം. അപ്പൊ ഇനി ഈ കോളേജിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.